ഹായ് ഓൾ. കേരള എഞ്ചിനീയറിംഗ് 2026 ഏപ്രിൽ 17 മുതൽ ഓൺലൈനായി നടന്ന കേരള എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് ജൂൺ 22 ഇന്ന് പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. എന്നാൽ നമുക്കറിയാം 2026 CBSE ബോർഡ് എക്സാമിൻ്റെ റീവാലുവേഷൻ്റെ ഒക്കെ മാർക്ക് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സമയത്ത് ആ മാർക്കും കൂടെ ഉൾപ്പെടുത്തുവാനും അതോടൊപ്പം ഇനി ആരെങ്കിലും ബോർഡ് എക്സാമിൻ്റെ മാർക്ക് പുനർനിർണ്ണയിക്കാനുണ്ടെങ്കിൽ വെരിഫൈ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കേരള എൻട്രൻസ് കമ്മീഷണർ ഒരവസരം കൂടി തന്നിരിക്കുന്നു. 23 വൈകുന്നേരം 12 മണി വരെ, അതിൻ്റെ രാത്രി വരെ നമുക്ക് +2 മാർക്ക് വെരിഫൈ ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ +2വിൻ്റെ മാർക്ക് ഒരിക്കൽ കൂടി വെരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, ക്ലെയിം ചെയ്യാനായിട്ട്, പുതിയ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരവസരം കൂടി വന്നിരിക്കുന്നു. എന്നാൽ B.Pharm, മെഡിക്കൽ എന്നിവ അപ്ലൈ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ബാധകമല്ല. എഞ്ചിനീയറിംഗിന് അപേക്ഷിക്കുകയും എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതുകയും ഒപ്പം +2 മാർക്ക് ഇതുവരെ വെരിഫൈ ചെയ്യാത്തവർ, +2 മാർക്ക് ആഡ് ചെയ്യാത്തവർ, 2026 CBSE ബോർഡ് എക്സാം എഴുതുകയും ഇപ്പോൾ റീവാലുവേഷൻ്റെ മാർക്ക് വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നവരാണ് നിർബന്ധമായും ഈ വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടത്. നമുക്കറിയാം എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് എൻട്രൻസിൻ്റെ മാർക്കും +2വിൻ്റെ മാർക്കിനും തുല്യ പരിഗണനയാണ്. അങ്ങനെ ജൂൺ 26 കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരിക്കും 26 കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ അലോക്കേഷൻ ആരംഭിക്കുകയും കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളും അർദ്ധ സർക്കാർ കോളേജുകളും സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഒക്കെ പ്രവേശന നടപടികളിലേക്ക് കേരള എൻട്രൻസ് കമ്മീഷണർ കടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് മാർക്ക് സബ്മിഷൻ എന്ന ലിങ്കിൽ നിങ്ങളുടെ +2 മാർക്ക് വെരിഫൈ ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.